നമസ്കാരം. എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. സെൽ ഡിവിഷൻ സെൽ സൈക്കിളിന്റെ 4th വീഡിയോ ആണിത്. നമ്മൾ മൈറ്റോസിസ് മിയോസിസ് കഴിഞ്ഞു, CDK സൈക്കിളിന്റെ റെഗുലേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ കൂടുതലായിട്ട് അതിന്റെ റെഗുലേഷൻ പാർട്ടും എങ്ങനെയാണ് DNA ഡാമേജ് സർവൈലൻസ് മെക്കാനിസം ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കമ്മിറ്റ്മെന്റ് ടു ദ സെൽ സൈക്കിൾ ആൻഡ് DNA റെപ്ലിക്കേഷൻ. ഓക്കെ, നമ്മൾ കണ്ടു കഴിഞ്ഞു G1 സ്പേസ് നിന്ന് എസ് ഫേസിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാവ് ടു മൂവ് ഫോർവേഡ്. ഓക്കെ, തിരിച്ച് വരാൻ പറ്റില്ല. സോ എല്ലാ എൻവയറമെന്റൽ ക്യൂസും ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ G1 ഫേസിൽ നിന്ന് എസ് ഫേസിലേക്ക് എല്ലാ സെല്ലും മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ആ ഒരു പോയിന്റിനെയാണ്, അല്ലെങ്കിൽ G1 നിന്ന് എസിലേക്കുള്ള ട്രാൻസിറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് സ്റ്റാർട്ട് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ ഹാസ് ടു കംപ്ലീറ്റ് ദി സൈക്കിൾ. ഓക്കെ, അത് ഇറവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ്. അതിന്റെ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഫ്യൂഷൻ എക്സ്പെരിമെന്റ് ആണ്. ആ ഒരു, അതായത് വൺസ് ഇറ്റ് ഇസ് കമ്മിറ്റഡ് ഒരു സ്റ്റേജിൽ നിന്ന് അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മാത്രമേ മൂവ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കാണിച്ചു തരുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് സെൽ എടുത്തു. ഓക്കെ, G1 ഫേസിലുള്ള സെൽ എടുത്തു. G1 ഫേസിൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ് അവിടെ എന്താണ് DNA എല്ലാം പ്രോപ്പർ ആണ്, എല്ലാ മെറ്റബോളിസം എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. G1 cells fused with S phase. ഓക്കെ, S ഫേസിലുള്ള ഇത് S ഫേസ് സെല്ലാണ്. ഈ S ഫേസ് സെൽസിനെ G1 ഫേസ് ആയിട്ട് ഫ്യൂസ് ചെയ്ത സമയത്ത് എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G1 അബ്രപ്റ്റ്ലി റെസ്യൂംഡ് DNA സിന്തസിസ്. ഈ G1 ഫേസിലുള്ള സെൽസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ S ഫേസിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്തത്, അല്ലാതെ S ഫേസിലുള്ള സെൽസ് തിരിച്ച് G1ലേക്ക് വരികയല്ല ചെയ്തത്. G1 നിന്ന് S ഫേസിലേക്കാണ് അത് മൂവ് ചെയ്തത്. അതായത് S ഫേസിലുള്ള ഫാക്ടേഴ്സ് G1നെ എസിലേക്ക്, അതായത് ഫോർവേഡ് മൂവ്മെന്റ്, ഫോർവേഡിലേക്കുള്ള മൂവ്മെന്റിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് എക്സ്പെരിമെന്റ് നടത്തിയിരിക്കുന്നത്. G1 സെൽസ്, ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, G1 cells fused with S phase. G1 abruptly resumed DNA synthesis and entered S phase. Thus, cytoplasm of S phase contained factors that initiate DNA synthesis in S phase. Okay, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? S phase സെൽസിന്റെ സൈറ്റോപ്ലാസത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് G1 നിന്ന് എസിലേക്കുള്ള ട്രാൻസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വന്നിട്ട് സെക്കൻഡ് എക്സ്പെരിമെന്റ്. S phase cells fused with G2 phase. ഓക്കെ, എസ് ഫേസ് സെൽസിന് G2 ഫേസ് സെൽസ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അവിടെ സിന്തസിസ് കംപ്ലീറ്റ് ആയിട്ടില്ല. DNA സിന്തസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്രയും പോർഷൻസ് സിന്തസിസ് ബാക്കിയാണ്. പക്ഷെ അപ്പോഴത്തേക്കും G2 ഫേസ് സെൽസ് ഫ്യൂസ് ചെയ്ത സമയത്ത് എന്ത് പറ്റി? ഇറ്റ് വാസ് അണേബിൾ ടു സിന്തസിസ് DNA. ഓക്കെ, DNA സിന്തസിസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ബട്ട് ഇറ്റ് പ്രോഗ്രസ്ഡ് ടുവേർഡ് M ഫേസ്. അപ്പം ഈ ഒരു പ്രോപ്പർ സെൽ ഡിവിഷൻ സെൽ റെപ്ലിക്കേഷൻ നടക്കാതെ തന്നെ G2 ഫേസ് ഉള്ള സെൽസിനെ ആഡ് ചെയ്ത സമയത്ത് എന്ത് പറ്റി? റെപ്ലിക്കേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അത് ഗ്രാജുവലി M ഫേസിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? G1 കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി S ആണ്. S കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി G2 ദെൻ M തന്നെയാണ്. ആ പാത്വേ സ്ട്രിക്ട്ലി എല്ലാ സെൽസും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ദെൻ തേർഡ് എക്സ്പെരിമെന്റ് വന്നിട്ട് G1 ഫ്യൂസ്ഡ് വിത്ത് G2. ഓക്കെ, G1 ഫേസിലെയും G2 ഫേസിലെയും സെൽസ് ഫ്യൂസ് ചെയ്ത സമയത്ത് G2 ഫേസിലുള്ള സെൽസിന്റെ DNA കണ്ടന്റ് എന്താണ്? ഡബിൾ ആണ് അല്ലെ? G1 സെൽസിനേക്കാളും G2 സെൽസ് DNA കൂടുതലാണ്. നോ ഇഫക്ട് ബട്ട് M ഫേസ് ഡിലേഡ്. M ഫേസ് ഡിലേഡ് ആയി. കാരണം G2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവലി എമ്മിലേക്കാണ് പോകേണ്ടത്. പക്ഷെ ഈ ഒരു ഫ്യൂഷനിൽ നിന്ന് M ഫേസ് കുറച്ച് ഡിലേഡ് ആവാണ് ചെയ്തത്. ഫോർത്ത് വന്നിട്ട് G1 ആൻഡ് M ഫേസ് ആർ ഫ്യൂസ്ഡ്. ഓക്കെ, G1 ഫേസിലുള്ള സെൽസും അത് കഴിഞ്ഞ് G2 S കഴിഞ്ഞിട്ട് G2 എമ്മിലുള്ള ഇതിലേക്ക് ഒന്നും പോവാതെ നേരിട്ട് തന്നെ G1
എം ഫ്യൂസ് ചെയ്ത സമയത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G1 ഫേസിൽ എന്താണ് DNA ഒന്നും ഡീകണ്ടൻസ്ഡ് ഫോം ആണ് അല്ലേ? അപ്പൊ എന്ത് പറ്റി? ഈ ഒരു ഫ്യൂഷൻ നടന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ chromatin of G1 undergoes premature compaction to form elongated chromosomes. Okay, G1 ഫേസിൽ നിന്ന് എം ഫേസ് ആയിട്ട് ഫ്യൂസ് ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ ക്രൊമാറ്റിൻ ആയിട്ടുള്ള DNA എന്ത് ചെയ്തു? പെട്ടെന്ന് കോമ്പാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോഴും എന്ത് തന്നെയാണ്? ഇതേ ഫ്ലോ തന്നെയാണ് G1 to M എന്നുള്ളതാണ്, അല്ലാതെ എം ഫേസിലുള്ളത് തിരിച്ച് ഒരു റിവേഴ്സൽ സ്റ്റെപ്പ് അവിടെ നടക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് വന്നിട്ട് എം ഫേസ് സെൽസ് ആൻഡ് എസ് ഫേസ് സെൽസ്. എം ഫേസ് സെൽസ് ആൻഡ് എസ് ഫേസ് സെൽസ്. കോമ്പാക്റ്റഡ്, മൈറ്റോസിസ്, പൾവറൈസ്ഡ്. ഓക്കെ, എം ഫേസ് സെൽസിന് എസ് ഫേസ് സെൽസിനെയും കൂടി ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ഫേസ് സെൽസിൽ DNA റെപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ. സോ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവർ മൈറ്റോസിസിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA ഒക്കെ അവിടെ പീസ് ആയിപ്പോയി അല്ലെ. DNAക്ക് മുറിവ് സംഭവിച്ചു, പൾവറൈസ്ഡ് DNA ആയി. ഓക്കെ, സോ ഇതാണ് സെൽ ഫ്യൂഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൽ സൈക്കിളിന്റെ മൂവ്മെന്റ് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്, റെഗുലേറ്റഡ് മാനറിൽ തന്നെയാണ് സെൽ സൈക്കിൾസിലെ ഈ സ്റ്റേജ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, MPF മെച്ചുറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടർ ഓർ അല്ലെങ്കിൽ മൈറ്റോസിസ് പ്രൊമോട്ടിംഗ് ഫാക്ടർ എന്നും പറയാറുണ്ട് കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ് MPF. ഓക്കെ, ആ ഒരു എക്സ്പെരിമെന്റ് ആണ്. ആ ഒരു നമ്മളിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പെരിമെന്റലി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സൈറ്റോപ്ലാസം ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം എ മെച്യൂർ എഗ് സെൽ. ഓക്കെ, മെച്യൂർ എഗ് സെല്ലിൽ നിന്ന് ഇവിടെ എന്താണ് മൈറ്റോസിസ്, സൈറ്റോപ്ലാസം പിപ്പറ്റ് ചെയ്തു. എന്നിട്ട് extracted cytoplasm is injected into an oocyte. Okay, oocyteലേക്ക്, അതായത് oocyte എന്ന് പറഞ്ഞാൽ ഇമ്മച്യൂർ ആണ്, oocyte. എഗ് എന്ന് പറയുന്നത് മെച്യൂർ ആണ്. ഓക്കെ, സോ മെച്യൂർ എഗിൽ നിന്നുള്ള സൈറ്റോപ്ലാസം oocyteലേക്ക് ഇഞ്ചക്ട് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? പെട്ടെന്ന് തന്നെ മിയോസിസ് ട്രിഗർ ചെയ്തു. ഓക്കെ, മിയോസിസ് ട്രിഗർ ചെയ്ത് മെച്യൂർ എഗ് വന്നു. ഓക്കെ, മെച്യൂർ എഗ് അവിടെ വന്നു. അതായത് ഈ ഒരു മെച്യൂർ എഗിലുള്ള ഫാക്ടേഴ്സ് എന്ത് പറ്റി? oocyteനെ പെട്ടെന്ന് തന്നെ മെച്യൂർ ചെയ്യിപ്പിച്ചു. ഓക്കെ, മെച്യൂർ പ്രൊമോട്ടിംഗ് ഫാക്ടർ മെച്യൂർ ചെയ്യിപ്പിച്ചു. ദെൻ എന്ത് സംഭവിച്ചു? മിയോസിസ് സംഭവിച്ചു. എന്നിട്ട് മെച്യൂർ എഗ് സെല്ലിന് റിസൾട്ട് ചെയ്തു. ഓക്കെ, സോ ഇതാണ് MPF മെച്യൂറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടറിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചെക്ക് പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വന്നിട്ട് G1 ചെക്ക് പോയിന്റ്. The first checkpoint is located at the end of the cell cycle's G1 phase, just before entry into S phase, making the key decision of whether the cell should divide, delay division, or enter a resting stage. Okay, ഇതാണ് ഒരു crucial checkpoint ആണ്. The G1 checkpoint is where eukaryotes typically arrest the cell cycle. Okay, if environmental conditions make cell division impossible, or if the cell passes into G0 for an extended period. Okay, in animal cells, G1 checkpoint is called restriction point. Okay, ഇനി എങ്ങനെയാണ് ഈ റെഗുലേഷൻ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കണ്ടു E2F is the transcription factor for many cyclins and CDKs. Okay, the E2F transcription factor and its regulator RB control the G1 S phase transition. Okay, G1 to S phase transition, അതായത് S ഫേസിലേക്ക് വേണ്ട സൈക്ലിൻസിന്റെ ഒക്കെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ് E2F എന്ന് പറയുന്നത്. ഓക്കെ, ഈ E2F-നെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് RB, റെറ്റിനോബ്ലാസ്റ്റോമ പ്രോട്ടീൻ ആണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. ആ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, G1 cyclins are present throughout G1 and are often found to be expressed at increased level in response to growth factors. Growth factors ഉണ്ടെങ്കിൽ G1 cyclinsന്റെ expression കൂടും. In turn, the G1 CDKs activate members of a small family of related transcription factors referred to collectively as E2F transcription factors or E2Fs. Okay, during G1, okay, G1-ല് E2Fs are held inactive. Okay, ഇതാണ് ഈ ഗ്രീൻ കളറിലുള്ളതാണ് E2F പ്രോട്ടീൻ. ഓക്കെ,
E2F പ്രോട്ടീൻ ഇനാക്ടിവേറ്റഡ് ആവുന്നത് ഈ RB പ്രോട്ടീൻ ഇതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ദിസ് RB പ്രോട്ടീൻ മേക്സ് E2F ഇനാക്റ്റീവ്. ഓക്കെ, ഈ ഒരു ബൈൻഡിങ് കൊണ്ടാണ് E2F ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, then until G1-CDKs activate E2S by phosphorylating and inactivating RB. Okay, ഈ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ G1-CDKs ഉണ്ടല്ലോ, G1-CDKs എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ RBനെ കയറി ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഓക്കെ, ഇതാ RBനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൺഫർമേഷൻ ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് എന്ത് പറ്റി? E2F ഫ്രീ ആയി. E2F is the transcription factor. Okay, E2F ഫ്രീ ആവുന്ന സമയത്ത് എന്തിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും? എസ് ഫേസ് ജീനിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. എസ് ഫേസ് ജീൻ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എസ് ഫേസ് സൈക്ലിൻസ് കിട്ടും. എസ് ഫേസ് സൈക്ലിൻസ് ഏതൊക്കെയാണ്? ഇ ആൻഡ് ഇ, ഇ ആൻഡ് എ. എസ് ഫേസ് സൈക്ലിൻസ് ആയ സൈക്ലിൻ ഇന്റെയും സൈക്ലിൻ എന്റെയും ട്രാൻസ്ക്രിപ്ഷൻ അവിടെ നടക്കും. ഓക്കെ, അങ്ങനെ എസ് ഫേസ് CDK ആക്ടിവേറ്റഡ് ആവും. ഓക്കെ, എസ് ഫേസ് CDK ആക്ടിവേറ്റഡ് ആവുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അഗെയിൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് ചെയ്യും. അവർ വീണ്ടും ഇതിന്റെ റെറ്റിന ഈ RB പ്രോട്ടീന്റെ മുകളിൽ വീണ്ടും ഫോസ്ഫോറിലേഷൻ ചെയ്യും, ഹൈപ്പർ ഫോസ്ഫോറിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് എസ് ഫേസ് സൈക്ലിൻ ഇന്റെ എന്റെയും ട്രാൻസ്ക്രിപ്ഷൻ കൂടുതലായിട്ട് അവിടെ നടക്കും. കാരണം E2F ഓൾവേസ് ഫ്രീ ആണ്. സോ ആ ഒരു എക്സ്പ്രഷൻ അപ്പോൾ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ DNA സിന്തസിസ് നടക്കും. ഇങ്ങനെയാണ് RB പ്രോട്ടീൻ E2F എന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, RB പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനോബ്ലാസ്റ്റോമ പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ഇതിന് ഈ ഒരു പേര് വരാൻ കാരണം റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ക്യാൻസർ ഉള്ള ആളില് കാണുന്ന പ്രോട്ടീനാണ്. അതായത് മ്യൂട്ടേഷൻ, ഈ RB പ്രോട്ടീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആബ്സെൻസ് കൊണ്ടാണ് എന്താണ് അവിടെ ഒരു ഇറഗുലർ സെൽ ഡിവിഷൻ നടക്കുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ RB പ്രോട്ടീനിനെ ഇനാക്റ്റീവ് ഫോർ സർട്ടൺ പീരീഡ് നമ്മൾ ഇനാക്ടിവേറ്റ് ആക്കുന്നത് കൊണ്ടാണ് E2F ഫ്രീ ആവുന്നതും ട്രാൻസ്ക്രിപ്ഷൻ അവിടെ നടക്കുന്നതും. പക്ഷെ RB പ്രോട്ടീൻ എപ്പോഴും ബൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ RB പ്രോട്ടീന് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് E2F എപ്പോഴും ഫ്രീ ആയിരിക്കും. E2F എപ്പോഴും എന്താണ് ജീൻ എക്സ്പ്രഷൻ ഓൺ ചെയ്തുകൊണ്ടിരിക്കും. സോ എന്താണ് അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഓക്കെ, ദാറ്റ് വിൽ ലീഡ് ടു റെറ്റിനോബ്ലാസ്റ്റോമ. Key to the regulation of E2F function is the RB protein. When E2Fs are bound to RB, they function as transcriptional repressor. Okay, RB is the transcriptional repressor. This is because RB recruits അതെങ്ങനെയാണ് ആ റിപ്രഷൻ നടക്കുന്നത് എന്നാണ് പറയുന്നത്. RB recruits chromatin modifying enzymes that promote deacetylation and methylation of specific histone lysines, causing chromatin to assume a condensed transcriptionally inactive form. അല്ലേ? ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിന് അതിന്റെ പ്രൊമോട്ടറിലെ DNA-ലുള്ള പ്രൊമോട്ടർ റീജിയൻ ആക്സസിബിൾ ആവണ്ടേ? ആക്സസിബിൾ ആവാത്ത രീതിയിൽ അതിനെ കണ്ടൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആരാണ്? ഡീഅസറ്റൈലേഷനും മീഥൈലേഷനും ഒക്കെയാണ് DNA-നെ കണ്ടൻസ്ഡ് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിനെ ആരാണ് റിക്രൂട്ട് ചെയ്യുന്നത്? RB പ്രോട്ടീൻ. RB പ്രോട്ടീൻ റിക്രൂട്ട് ഡീഅസറ്റൈലേഷൻ ആൻഡ് മീഥൈലേഷൻ. ഓക്കെ, അപ്പം അതിന്റെ പ്രൊമോട്ടർ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിന് പ്രൊമോട്ടർ ആക്സസിബിൾ ആവില്ല. ഓക്കെ, അങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കും. ഫോസ്ഫോറിലേഷൻ ഓൺ മൾട്ടിപ്പിൾ സൈറ്റ്സ് ബൈ G1-CDKs prevents RB from associating with E2F. നമ്മൾ ആ ഡയഗ്രത്തിൽ കണ്ടു അല്ലേ? RBനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ E2F ഫ്രീ ആയി. E2F ഫ്രീ ആണെങ്കിൽ എന്താണ്? ഇറ്റ് അലോസ് E2F to activate the transcription of genes required for entry into S phase. Okay, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീൻ എക്സ്പ്രഷൻ സംഭവിക്കും. ജീൻ എക്സ്പ്രഷൻ എന്തിന്റെയാണ്? എസ് ഫേസ് സൈക്ലിൻസിന്റെ ജീൻ എക്സ്പ്രഷൻ E and A, സൈക്ലിൻ E and A. Okay, RB genes encodes for protein PRP. Okay, it's a tumor suppressor gene. RB is a tumor suppressor gene. Negative regulator of cell cycle. First discovered tumor suppressor.
major checkpoint for G1. Unphosphorylated PRBP binds to E2F and repress gene expression. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്സിന്റെ ഒരു വേറെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇറ്റ്സ് എ ട്യൂമർ സപ്രസർ ജീൻ. RB ഈസ് എ ട്യൂമർ സപ്രസർ ജീൻ ആണ് അല്ലെ. ആ ഒരു സപ്രഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ E2F എപ്പോഴും ജീൻ എക്സ്പ്രഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് വിൽ ലീഡ് ടു expression, gene expression and irregular cell division will occur. Okay, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം RB protein will inhibit E2F. Okay, അപ്പൊ cyclin E and A ന്റെ പ്രൊഡക്ഷൻ അവിടെ ഇൻഹിബിറ്റ് ചെയ്തു. ഇതെന്താണ് G1 S phase cyclin CDKs ആണ്. Okay, cyclin D and CDK 4-6 എന്ത് ചെയ്യും, and along with the growth factor they will phosphorylate RB. ഫോസ്ഫോറിലേറ്റഡ് ഫോമിന് E2F ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ E2F ഫ്രീ ആയി ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, mRNA ഉണ്ടാവും, അത് സൈക്ലിൻ E and A നെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ സൈക്ലിൻ E and A എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും, ബൗണ്ട് വിത്ത് CDK2 എന്ത് സംഭവിക്കും, എസ് ഫേസ് അതായത് DNA റെപ്ലിക്കേഷൻ അവിടെ സംഭവിക്കും. ആൻഡ് സെൻട്രോസോം ഡ്യൂപ്ലിക്കേഷൻ വിൽ ഓൾസോ ഒക്കർ. സോ ഇങ്ങനെയാണ് ആ റെഗുലേഷൻ അവിടെ നടക്കുന്നത്. Control of DNA duplication in S phase. Okay, ഇനി എസ് ഫേസിൽ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, degradation of S phase CDK inhibitor triggers DNA replication. ഓക്കെ, എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് നോക്കാം. G1 S phase CDKs play an essential role in this process. They turn off the machinery that degrades S phase cyclins during exit from mitosis and G1, and they induce the degradation of a CKI that inhibits S phase CDKs. Okay, എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് ഫ്രം മൈറ്റോസിസ് ആൻഡ് G1 ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടു APCC CDH1 ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അത് ആക്റ്റീവ് ആക്കും. ആക്റ്റീവ് ഫോമിൽ അത് എസ് ഫേസ് മൈറ്റോട്ടിക് സൈക്ലിൻസിനെ ഡീഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇതിനെ ഡിഗ്രേഡ് എസ് ഫേസ് സൈക്ലിന് ഡീഗ്രേഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്ത് വേണം, ഈ മൈറ്റോസിസ് കഴിഞ്ഞ് G1 കഴിഞ്ഞ് നമുക്ക് എസ് ഫേസിലേക്ക് എത്തല്ലേ വേണ്ടേ. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ G1 എസ് ഫേസ് CDKs ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും, ഈ CDH1 ഫോസ്ഫോറിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. CDH1 ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺഫർമേഷൻ ചേഞ്ച് വരുന്ന സമയത്ത് APCC ഇനാക്റ്റീവ് ആവും. ഓക്കെ, വിത്തൗട്ട് CDH1 APCക്ക് യൂബിക്വിറ്റിനേഷൻ ചെയ്യാൻ പറ്റില്ല. ഇത് ഇപ്പോൾ ഇനാക്റ്റീവ് ഫോമായി മാറി. ഇറ്റ് ഈസ് ഇനാക്റ്റീവ് നൗ. ഓക്കെ, സോ G1 S phase CDK ആണ് എന്താണ് ഈ ഒരു ഇൻഹിബിറ്ററിനെ, അതായത് എസ് ഫേസ് സൈക്ലിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരായിരുന്നു, APCC CDH1 ആയിരുന്നു ഇൻഹിബിറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി എസ് ഫേസ് പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഹിബിറ്ററെ റിമൂവ് ചെയ്യണം. ഈ ഇൻഹിബിറ്റർ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, G1 S phase CDKs CDH1 ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ APCC ഇനാക്റ്റീവ് ആവും. അപ്പൊ എന്ത് പറ്റും, എസ് ഫേസ് സൈക്ലിൻസ് ഉണ്ടാവും, എസ് ഫേസ് സൈക്ലിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, APCC CDH1 remains active throughout G1, preventing the premature accumulation of S phase and mitotic cyclins. Okay, phosphorylation of CDH1 by G1 S cyclin CDKs causes it to dissociate from the APCC complex, inhibiting further ubiquitination of S phase and mitotic cyclins during late G1. Okay, സോ എല്ലാ എൻവയറമെന്റൽ കണ്ടീഷൻസും എല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ G1 to S ഫേസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ വേണം. ആ സമയത്ത് മാത്രമേ ഈ CDKs ഈ ഇൻഹിബിറ്ററിനെ റിമൂവ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എസ് ഫേസ് സൈക്ലിൻ CDK. ഓക്കെ, ഈ എസ് ഫേസ് G1 S സൈക്ലിൻ പ്ലസ് CDK എന്ത് ചെയ്യും, SIC1 ഒരു ഇൻഹിബിറ്റർ ആണ്, നമ്മൾ ആ ചാർട്ടിൽ കണ്ടതാണ്. ഇറ്റ് ഈസ് ഇൻഹിബിറ്റർ. ഈ ഇൻഹിബിറ്ററിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന സമയത്ത് SIC1 റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യുന്ന സമയത്ത് എസ് ഫേസ് സൈക്ലിൻ CDK, അതായത് പോളിയൂബിക്വിറ്റിനേഷൻ ഓഫ് SIC1 എന്ത് ഡിഗ്രഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ഫേസ് സൈക്ലിൻ CDK ആക്റ്റീവ് ആവും. അങ്ങനെ DNA റെപ്ലിക്കേഷൻ അവിടെ നടക്കും. ഓക്കെ, കൺട്രോൾ ഓഫ് എസ് ഫേസ് ഓൺസെറ്റ് ഈസ്
in Saccharomyces cerevisiae by regulated proteolysis of the S-phase inhibitor. Okay. Saccharomyces cerevisiae കേസസിൽ S-phase cyclin CDK inhibitor എന്ന് പറയുന്നത് SIC1 ആണ്. Okay. SIC1നെ ആരാണ് G1S cyclins phosphorylate ചെയ്യും, എന്നിട്ട് ubiquitin proteasomal degradation ചെയ്യും, അങ്ങനെ S-phase CDK ആക്റ്റീവ് ആവും, DNA replication അവിടെ നടക്കും. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ രണ്ട് രീതിയിലാണുള്ളത്. ഒരു ഇൻഹിബിറ്റർ ഉണ്ടായിരുന്നു, APCC CDH1 ഇൻഹിബിറ്റർ ഉണ്ടായിരുന്നു, അതിനെയും ആരാണ് G1S CDK തന്നെയാണ് റിമൂവ് ചെയ്തത്. പിന്നെ എന്താണ് പറയാ, ഈ ഒരു ഇൻഹിബിറ്റർ ഉണ്ട്, S-phase cyclin CDK കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു SIC1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഹിബിറ്റർ ഉണ്ട്, അതിനെയും ഈ G1S cyclin തന്നെയാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഈ S-phase cyclin CDK-നെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. Control of DNA duplication in S-phase. Okay. ഇനി DNA replication എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. G1 phase എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ origin recognition complex എന്ന് പറയും, ORC, origin recognition complex. G1 തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ DNA-ലുള്ള ORC-യിൽ origin recognition complex will bind here. Okay. ഇതാണ് ORC binding site. DNA-ലുള്ള ORC binding site-ൽ ORC complex bind ചെയ്യും. Okay. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് CDC6 വരും. CDC6 will also bind with ORC. Then MCM. MCM is a helicase. Okay. MCM അതിന്റെ കൂടെ വരും. ഈ CDC6ന്റെ കൂടെ ഒരു CDT1 കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഡയഗ്രത്തിൽ കൊടുത്തിട്ടില്ല. CDC6ഉം CDT1ഉം MCM ഹെലിക്കേസും എല്ലാം വന്ന് ഇവിടെ ഒരു ഫോം ഉണ്ട്. ഇതിനെയാണ് പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. സോ പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് എപ്പോൾ വരും? G1 ഫേസിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. G1 ഫേസിൽ തന്നെ ORC വന്നു, CDC6 CDT1 വന്നു, ഹെലിക്കേസ് ലോഡ് ചെയ്തു, എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് ആണ്. ഓക്കെ. ഇനി SCDK ട്രിഗേഴ്സ് എസ് ഫേസ്. എസ് ഫേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് ഫേസ് CDK എന്ത് ചെയ്യും? ഈ CDC6നെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് ഡീഗ്രഡേഷൻ ചെയ്യും. CDC6നെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഡീഗ്രഡേഷൻ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഈ ORC-നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഫോസ്ഫോറിലേഷൻ ORC ആക്ടിവേറ്റഡ് ആവും. ഓക്കെ. പിന്നെന്താണ്? ഹെലിക്കേസിന് അതിന്റെ ആക്ടിവിറ്റി കിട്ടി. സോ ഹെലിക്കേസ് വിൽ അൺവൈൻഡ് ദി DNA മെൽറ്റിംഗ് അവിടെ നടക്കും. അങ്ങനെ ഗ്രാജുവലി അവിടെ DNA പോളിമറേസിന് അവിടെ ലോഡ് ചെയ്യും. ഓക്കെ. റെപ്ലിക്കേഷൻ ഫോർക്ക് പ്രോഗ്രസ് ചെയ്യും. അങ്ങനെ കംപ്ലീഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. ഓക്കെ. അങ്ങനെയാണ് G1S G2M ഫേസ് അവിടെ നടക്കുന്നത്. G1 ഫേസിൽ തന്നെ പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് മെക്കാനിസം നമുക്ക് നോക്കാം. Key player involved in this process is large multi-protein complex called origin recognition complex, ORC. Okay, ഇതാണ് ORC. ORC bind to origin of replication in G1. G1-ൽ തന്നെയാണ് ഇതിവിടെ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. Along with ORC, CDC6 and CDT1 associate with ORC and forms MCM. Okay, CDC6 and CDT1 plus MCM ഇവിടെ ലോഡ് ചെയ്ത് ഇവിടെ എന്തായി? ഒരു പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് ഒക്കെ റെഡി ആയി ഇരിക്കുകയാണ് അറ്റ് G1 ഫേസ്. ഇനി എന്ത് സംഭവിക്കും? MCM proteins acts as licensing factor to allow replication to initiate. Okay. ഇനി ഇതിന്റെ ഒരു ആക്ടിവേഷൻ ആണ് വേണ്ടത്. MCM-ന്റെ ഒരു ആക്ടിവേഷൻ ആണ് വേണ്ടത്. MCM is the licensing factor. എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ activation of S-phase CDKs and DDK marks the onset of S-phase. Okay. S-phase CDKയും DDKയും രണ്ടും കൈനേസസ് ആണ്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ they phosphorylate the MCM helicase. Okay. S-phase CDKയും DDKയും എന്തിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും? MCM ഹെലിക്കേസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഓക്കെ. MCM ഹെലിക്കേസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് SLD2 and SLD3 ഓക്കെ, ഈ ഒരു ഗ്രീൻ ഫോസ്ഫോറിലേഷൻ, അതായത് ഇതാണ് SLD2 and SLD3 എന്ന് പറയുന്നത്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ടു ഫെസിലിറ്റേറ്റ് ദി ലോഡിംഗ് ഓഫ് MCM ഹെലിക്കേസ് ആക്ടിവേറ്റേഴ്സ്. ഓക്കെ. ഇപ്പം ഹെലിക്കേസ് ഇവിടെ ഉണ്ട്, MCM ഹെലിക്കേസ് ഉണ്ട്, പക്ഷെ നമുക്കതിനെ
ആക്ടിവേറ്റ് ചെയ്യണ്ടേ? ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആര് വേണം? അതിന്റെ ആക്ടിവേറ്റർ വേണം. അങ്ങനെ ആക്ടിവേറ്ററിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആക്ടിവേറ്റേഴ്സ് ആരൊക്കെയാണ്? CDC45 ആൻഡ് ജീൻസ് പ്രോട്ടീൻ. അങ്ങനെ 3 പ്രോട്ടീൻസ് ഉണ്ട്. അവരാണ് ഈ MCM ഹെലിക്കേസിന്റെ activators എന്ന് പറയുന്നത്. The CDC45, SLD3 and GINS complex, okay, onto sites of replication initiation. Loading of these activators leads MCM helicase to unwind by phosphorylating CDC6 and CDT1, okay. CDC6നെയും CDT1നെയും phosphorylate ചെയ്യും, okay. CDC6 and CDT1, CDC6 and CDT1നെ phosphorylate ചെയ്യും, ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? അവർ റിലീസ് ചെയ്തു പോരും ഫ്രം റെപ്ലിക്കേഷൻ ഒറിജിൻസ് ആൻഡ് ദെയർ ഡീഗ്രഡേഷൻ ബൈ SCF. അതിനെ ഡീഗ്രേഡ് ചെയ്യും. DNA polymerases are recruited to begins, which leads to initiation of DNA synthesis. ഇത്രയേ ഉള്ളൂ. നമ്മൾ DNA റെപ്ലിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റെപ്സ് എല്ലാം പഠിക്കുന്നതാണ്. പക്ഷേ ഇത് ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ആണ്, അതായത് ഒരു റെഗുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. G1 തന്നെ ORC ബൈൻഡ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ CDC6ഉം CDT1ഉം MCM ഹെലിക്കേസും വരും. MCM ഹെലിക്കേസ് ഈസ് ദി ലൈസൻസിങ് ഫാക്ടർ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് S phase CDKs ഓൺ ആവും. S phase CDKസും DDKയും ആരെയാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത്? SLD2 SLD3നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MCM ഹെലിക്കേസിന്റെ activators ആണ് CDC45, SLD3 and GINS complex. Okay, it's a complex, okay. Then ഇവർ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CDC6നെയും CDT1നെയും ഫോസ്ഫോറിലേറ്റ് ചെയ്ത് അതിനെ അങ്ങ് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യുന്ന സമയത്ത് ഹെലിക്കേസ് ആക്റ്റീവ് ആവും. ഹെലിക്കേസ് DNA മെൽറ്റ് ചെയ്യും, ഓക്കെ. അപ്പൊ ഇവിടെ ഒരു റെപ്ലിക്കേഷൻ ബബിൾ ഉണ്ടായി. ആൻഡ് അവിടെ എന്താണ് DNA പോളിമറേസ് ലോഡ് ചെയ്തിട്ട് അവിടെ റെപ്ലിക്കേഷൻ പ്രോഗ്രസ് ചെയ്യും. ഇതാണ് ഒരു റെഗുലേഷൻ അവിടെ നടക്കുന്നത്, ഓക്കെ. ദിസ് ഈസ് ദി പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ്, ഓക്കെ. അവിടെ S phase എന്ത് ചെയ്യും? CDC6 CDT1നെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഡീഗ്രഡേഷൻ ചെയ്യും. ഇനി അടുത്തത് DNA മെയിൻ്റനൻസ് ചെക്ക് പോയിന്റ്സ് ആണ്, ഓക്കെ. 2 മെയിൻ്റനൻസ് ചെക്ക് പോയിന്റ്സ് ആണ്. ഒന്ന് വന്നിട്ട് DNA ഡാമേജ് ചെക്ക് പോയിന്റ്, റെക്കഗ്നൈസ് ആൻഡ് റെസ്പോണ്ട് ടു DNA ഡാമേജ്. സെക്കൻഡ് വന്നിട്ട് DNA റെപ്ലിക്കേഷൻ ചെക്ക് പോയിന്റ് ദാറ്റ് മോണിറ്റേഴ്സ് ദ ഫിഡിലിറ്റി ഓഫ് കോപ്പിയിങ് DNA, ഓക്കെ. ചെക്ക് പോയിന്റ് സിഗ്നലിംഗ്. സ്റ്റാൾഡ് ഓർ ഡാമേജ് റെപ്ലിക്കേഷൻ ഫോർക്ക് ആണെന്നുണ്ടെങ്കിൽ സെൽ സൈക്കിൾ അറസ്റ്റ് ചെയ്യും, ജീനോം മെയിൻ്റനൻസ് മെക്കാനിസം സ്റ്റാർട്ട് ആവും. ഇനി ഡബിൾ സ്റ്റാൻഡ് ബ്രേക്ക് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ DNA റിപ്പയറോ, ഇനി അതൊന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ ഗോ ഫോർ അപ്പോട്ടോസിസ്. ഇനി നോക്കാം DNA ഡാമേജ് ചെക്ക് പോയിന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. If the DNA is damaged beyond repair, the checkpoint mechanism can transmit a signal that leads to either the cell death of the cell or its conversion to a state of permanent cell cycle arrest known as senescence. Okay. The gene responsible for ataxia telangiectasia encodes a protein kinase that is activated by certain DNA lesions, particularly double-stranded break. Okay. നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്ക് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ATM ആണ്. ATM എന്നുള്ളൊരു കൈനേസ് അവിടെ ആക്ടിവേറ്റഡ് ആവും. ATM ഫോർ അറ്റാക്സിയ ടെലിംഗറ്റാസിയ മ്യൂട്ടേറ്റഡ് ആൻഡ് ATR ഫോർ അറ്റാക്സിയ ടെലിംഗറ്റാസിയ ആൻഡ് RAD3 റിലേറ്റഡ് പ്രോട്ടീൻ, ഓക്കെ. ഈ പ്രോട്ടീൻസിനൊക്കെ പേര് വരുന്നത് അതിന്റെ മ്യൂട്ടേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസിനെയും കൂടി പേര് വെച്ചിട്ടാണ്, ഓക്കെ. നമ്മൾ ഈ ഡിസീസ് എന്താന്നുള്ളത് പഠിക്കുന്നുണ്ട്. So, 2 damage checkpoints are ATM and ATR. Okay, they are the surveillance. Okay, they can recognize the DNA damage. These proteins were identified and characterized because mutations in their encoding gene cause ataxia, telangiectasia, and Seckle syndrome respectively. Okay. ഇതിന്റെ മ്യൂട്ടേഷൻ കാരണമാണ് ഈ ഒരു ഡിസീസ് സംഭവിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ട്രിഗർ ATM ആക്ടിവിറ്റി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓക്കെ. ഈ ATM വിൽ ട്രിഗർ ദി ചെക്ക് പോയിന്റ് 2 CHK2നെ ആക്ടിവേറ്റ് ചെയ്യും. CHK2നെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? റിപ്പയർ മെക്കാനിസം ഓൺ ആക്കുകയും ചെയ്യും. ഇറ്റ് വിൽ ഇൻഹിബിറ്റ് CDC25. നമ്മൾ കണ്ടില്ലേ CDC25 എന്തായിരുന്നു? ഇറ്റ്സ് എ ഫോസ്ഫറ്റേസ്. ഇൻഹിബിറ്ററി ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യുന്നത് CDC25 ആയിരുന്നു.
സോ ഈ ചെക്ക് പോയിന്റ് 2 എന്ത് ചെയ്യും, CDC25 ഇനാക്ടിവേറ്റ് ചെയ്യും. അപ്പം ആ ഇൻഹിബിറ്ററി CDKയിലുള്ള ഇൻഹിബിഷൻ അവിടെ തന്നെ നിൽക്കും. അപ്പൊ എന്ത് ചെയ്യും, ആ സമയം കൊണ്ട് ഇവര് DNA റിപ്പയർ എല്ലാം ചെയ്തു വെക്കും. അതായത് സെൽ സൈക്കിൾ പ്രോഗ്രസ് ആവാതെ പിടിച്ചു വെക്കാനാണ് ഈ മെക്കാനിസം ചെയ്യുന്നത്. ഇനിയിപ്പോ വല്ല സ്റ്റാൾഡ് റെപ്ലിക്കേഷൻ ഫോർക്കോ DNA മിസ്മാച്ചോ ന്യൂക്ലിയോടൈഡ് ഡാമേജോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് ആക്ടിവേറ്റഡ് ആവുന്നത്, ATR ആണ് ആക്ടിവേറ്റഡ് ആവുക. ATR ആണ് ആക്ടിവേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്ടിവേറ്റ് CHK1. ഓക്കെ, CHK1 ആണ് ആക്ടിവേറ്റഡ് ആയതെന്നുണ്ടെങ്കിൽ അഗെയിൻ അത് എന്താ ചെയ്യുക, CDC25 അതായത് ആ ഫോസ്ഫറ്റേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ വേറൊന്നാണ് P53 P53നെ ആക്ടിവേറ്റ് ചെയ്യും. P53 എന്നുള്ളതൊരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് P21 ആണ്. ഈ P21 എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും CDKസിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ സെൽ സൈക്കിൾ പ്രോഗ്രസ് ചെയ്യാതെ അവിടെ വെയിറ്റ് ചെയ്യും. ബൈ ദ ടൈം എന്ത് ചെയ്യും, റിപ്പയർ അവിടെ നടക്കുകയും ചെയ്യും. ഇതൊന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ P53 will trigger apoptosis. ATM and ATR. Remarkably, the presence of a single break in one of the cell's DNA molecule is sufficient to cause rapid, large-scale activation of ATM molecules, causing cell cycle arrest. Both ATM and ATR are part of multi-protein complexes capable of binding to chromatin that contains DNA damage. Once bound, ATM and ATR can phosphorylate a remarkable variety of proteins that participate in cell cycle checkpoints and DNA repair. P53 is a tumor suppressor because its normal function is to limit cell proliferation in the face of DNA damage. Okay, P53 is a tumor suppressor. Okay, അപ്പോൾ ഇങ്ങനെ ഒരു ഡാമേജ് ATM ATR എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ they will activate P53. P53 is a tumor suppressor. അപ്പം അതെന്ത് ചെയ്യും, സെൽ സൈക്കിൾ പ്രോഗ്രഷൻ അവിടെ അറസ്റ്റ് ചെയ്യും P53 until the repair is finished. നമുക്ക് അതിന്റെ മെക്കാനിസം നോക്കാം. ATR. Okay, ATR is able to recognize more diverse types of DNA damage. ATM എപ്പോഴും ഡബിൾ സ്ട്രാൻഡഡ് ബ്രേക്കിനെ മാത്രമേ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് മാത്രമാണ് ATM റെക്കഗ്നൈസ് ചെയ്യുന്നത്. പക്ഷെ ATRന് കുറച്ചും കൂടി വെറൈറ്റി ഓഫ് ഡാമേജ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈക്ക് stalled replication fork, DNA mismatch, damaged nucleotides and double strand break. ATR എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ATR recognize this diverse type of damage because all of them contain some amount of single stranded DNA. ഓക്കെ, ATRന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അൾട്രാവയലറ്റ് റേഡിയേഷൻ വന്നു, അവിടെ ഒരു ബ്രേക്ക് നടന്ന സമയത്ത് ഒബ്വിയസ്ലി സിംഗിൾ സ്റ്റാൻഡേർഡ് DNA പ്രോട്ടീൻ കോംപ്ലക്സ് അവിടെ ബൈൻഡ് ചെയ്യും. ദിസ് വിൽ ആക്ടിവേറ്റ് ATR. ഓക്കെ, അപ്പൊ അവിടെ സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീനിലേക്ക് ATR വന്നിട്ട് ATR ആക്ടിവേറ്റഡ് ആവും. ഓക്കെ, ATR ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ATR എന്ത് ചെയ്യും, ഈ CHK1നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. CHK1നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. വിത്തൗട്ട് ഫോസ്ഫോറിലേഷൻ CHK1 ഇനാക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ അത് ഫോസ്ഫോറിലേഷൻ കിട്ടി, അത് ആക്റ്റീവായി. ഓക്കെ, CHK1 എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CDC25നെ കയറി ഫോസ്ഫോറിലേറ്റ് ചെയ്യും. CDC25 ആരായിരുന്നു, CDKന്റെ ഇൻഹിബിറ്ററി ഫോസ്ഫോറിലേഷനെ റിമൂവ് ചെയ്യുന്ന ഫോസ്ഫറ്റേസ് ആയിരുന്നു. ഓക്കെ, ഈ ഫോസ്ഫറ്റേസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഈ CHK1 CDC25നെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് അതിനെ എങ്ങോട്ട് പുറത്തേക്ക് കളയും, അതിന് സൈറ്റോപ്ലാസത്തിൽ ഒരു അഡാപ്റ്റർ പ്രോട്ടീൻ ആയിട്ട് അങ്ങ് ലിങ്ക് ചെയ്ത് വെക്കും. ഓക്കെ, സോ അപ്പൊ എന്താണ്, അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CDKന്റെ ആ ഒരു ഇനാക്റ്റീവ്, അതായത് ആ ഇൻഹിബിറ്ററി ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യാൻ ആളില്ല. അപ്പൊ എന്ത് ചെയ്യും, CDK ഇനാക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കും, സെൽ സൈക്കിൾ അറസ്റ്റ് അവിടെ സംഭവിക്കും. ഇതാണ് ATR പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ, active CHK1 then induces repair pathways and inhibits cell cycle progression. എങ്ങനെയാണ് ചെയ്യുന്നത്, these protein kinases inhibit CDC25 by phosphorylating that phosphatase on site
that are distinct from the CDK activating phosphorylation sites. Okay, when DNA damage occurs during G1, CDC25 inhibition result in inhibition of G1 S phase CDKs and S phase CDKs. As a result, these kinases cannot initiate DNA replication. Okay, CDC25 അവിടെ തന്നെ അതായത് സൈറ്റോപ്ലാസത്തിലായി പോയി. ഓക്കെ, സോ CDK ഇപ്പോഴും ഇനാക്റ്റീവ് ഫോം ആണ്. സോ അങ്ങനെ സെൽ സൈക്കിൾ അറസ്റ്റ് നടത്തും എത്തി ഈ ഒരു ATR പാത്വേയിൽ. ഓക്കെ, ഇനി ATM പാത്വേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ATM റെക്കഗ്നൈസ് ഓൺലി ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്ക്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അയണൈസിങ് റേഡിയേഷൻ കിട്ടി, ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്ക് വന്നു. ഈ അപ്പോൺ ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്ക് ഒരു MRN കോംപ്ലക്സ് അവിടെ ബൈൻഡ് ചെയ്യും. MRN കോംപ്ലക്സ് വിൽ ബൈൻഡ് ദി ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്ക്. ഓക്കെ, ഈ MRN വിൽ റിക്രൂട്ട് ATM. ഓക്കെ, എന്നിട്ട് ATM എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പാത്വേ തന്നെ ATM CHK2 ഇനാക്റ്റീവ് ആയിട്ടുള്ള CHK2നെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ആക്റ്റീവ് ആക്കി. ഓക്കെ, CHK2 ഫോസ്ഫോറിലേഷൻ കിട്ടിയപ്പോൾ CHK2 ആക്റ്റീവ് ആയില്ലേ. അപ്പൊ CHK2 എന്ത് ചെയ്യും? P53നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. P53 അൺസ്റ്റേബിൾ ആണ്. ബിക്കോസ് എന്താണ്, ഫോസ്ഫോറിലേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് അൺസ്റ്റേബിൾ ആണ്. P53 ഇങ്ങനെ ഉണ്ടാവും, അതിങ്ങനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും ന്യൂക്ലിയസിൽ. ഓക്കെ, പക്ഷെ P53ക്ക് ഫോസ്ഫോറിലേഷൻ കിട്ടിയപ്പോൾ എന്തായി? അത് ആക്ടിവേറ്റഡ് ആയി. ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ് എന്തിന്റെ? P21 ജീനിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. P21 ജീനിന്റെ ജീൻ എക്സ്പ്രഷൻ നടക്കും. P21 mRNA ഉണ്ടാവും, P21 പ്രോട്ടീനും ഉണ്ടാവും. ഈ P21 പ്രോട്ടീൻ ആരാന്നറിയോ? CDKസിന്റെ ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, CDKസിന്റെ ഇൻഹിബിറ്റർ ആണ് P21 എന്ന് പറയുന്നത്. സോ P21 CDKസിൽ ബൗണ്ട് ചെയ്യുന്ന സമയത്ത് CDK എന്താവും? ഇനാക്റ്റീവ് ആവും. അങ്ങനെ അവിടെ സെൽ സൈക്കിൾ അറസ്റ്റ് നടക്കും. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് DNA ഡാമേജ് സർവേലൻസ് മെക്കാനിസം നടക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് സെൽ സൈക്കിൾ അറസ്റ്റ് നടക്കുന്ന സമയം കൊണ്ട് അവിടെ എന്ത് ചെയ്യും? DNA റിപ്പയർ മെക്കാനിസവും നടക്കും. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? MRN കോംപ്ലക്സ് ഡിറ്റാച്ച് ചെയ്യും. MRN കോംപ്ലക്സ് ഡിറ്റാച്ച് ചെയ്യുമ്പം ATM ഇനാക്റ്റീവ് ആവും. അപ്പോൾ ഇതെല്ലാം റിവേഴ്സൽ ആയിട്ട് നടക്കും. പിന്നെ സെൽ സൈക്കിൾ ഫർദർ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും. സോ ഇത് രണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് DNA ഡാമേജ് ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. എങ്ങനെയാണ് ATMും ATRും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊരു ഫ്ലോ ചാർട്ട് പോലെയാണ് വെച്ചിരിക്കുന്നത്. ഏത് ഫേസിലും G1 S G2 M ഏത് ഫേസിലും ഈ DNA ഡാമേജ് മെക്കാനിസം അല്ലെങ്കിൽ ATM ATR ആണ് DNA ഡാമേജ് റെക്കഗ്നൈസ് ചെയ്ത് അതിന്റെ അതത് സ്റ്റേറ്റിലുള്ള സെൽ സൈക്കിൾ അറസ്റ്റ് നടത്തുന്നത്. ഓക്കെ, G2 ചെക്ക് പോയിന്റ് കൺട്രോൾ ബൈ MPF. ഓക്കെ, MPF എന്തായിരുന്നു? മൈറ്റോട്ടിക് പ്രൊമോട്ടിംഗ് ഫാക്ടർ അല്ലെങ്കിൽ MPF. ഓക്കെ, ആക്ടിവേറ്റഡ് MPF പ്രൊമോട്ട് MCDK M സൈക്ലിൻ. ഓക്കെ, നമുക്ക് എന്ത് വേണം? മൈറ്റോസിസിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമുക്ക് MCDK വേണം, M സൈക്ലിനും വേണം അല്ലെ. MPF controls G2 to M by phosphorylating and activating proteins involved in. ഓക്കെ, എന്തൊക്കെയാണ് അവിടെ വേണ്ടത്? നമുക്ക് ക്രോമസോമിനെ കണ്ടൻസ് ചെയ്യിക്കണം, ന്യൂക്ലിയർ എൻവലപ്പിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം, സ്പിൻഡിൽ അസംബ്ലി ചെക്ക് ചെയ്യണം, ഇതിന്റെ ഓൺ ഡിസ്ട്രക്ഷനും വേണം. ഇത്രയാണ് 4 കാര്യങ്ങളാണ് വേണ്ടത്. അത് എങ്ങനെയാണ് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ G2 to M ഫോസ്ഫോറിലേഷൻ, അതായത് G2 to M എന്ന് ചെയ്യുന്നത് ബൈ ഫോസ്ഫോറിലേറ്റിംഗ് certain proteins. ഓക്കെ, MPF സൈക്ലിൻ B CDK1, അതായത് CDK1 ആണ് M ഫേസ് CDK എന്ന് പറയുന്നത്. M ഫേസ് സൈക്ലിൻ എന്ന് പറയുന്നത് സൈക്ലിൻ B ആണ്. ഓക്കെ, സോ അവരെന്തൊക്കെയാ ചെയ്യുക? ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് ക്രോമാറ്റിൻ കണ്ടൻസേഷൻ നടക്കും. ന്യൂക്ലിയർ എൻവലപ്പ് ലാമിൻസിന്റെ ഫോസ്ഫോറിലേഷൻ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നെന്താണ്? ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഗോൾഗി അപ്പാരറ്റസ് ചെയ്യും. സ്പിൻഡിൽ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. MCDK phosphorylate a wide range of proteins. Condensin, extensive condensation of mitotic chromosome. Lamin is the
എന്താണ് സ്റ്റെബിലൈസിങ് നെറ്റ്വർക്ക് അണ്ടർ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, ലാമിൻ ഈസ് ദി സ്റ്റെബിലൈസിങ് നെറ്റ്വർക്ക്. ഓക്കെ, അതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രേക്ക് ഡൗൺ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ് സംഭവിക്കും. അങ്ങനെ MCDK ഇത് രണ്ടിനെയും ഫോസ്ഫോറിലേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ G2 ക്രോമസോം. ഓക്കെ, അത് വന്നിട്ട് പ്രോഫേസിൽ എത്തുമ്പോഴത്തേക്കും ഒന്നും കൂടി കണ്ടൻസേഷൻ നടത്തി മെറ്റാഫേസ് എത്തുമ്പോഴത്തേക്കും എന്താണ് ഈ കൊഹസിൻസ് ഒക്കെ സെൻട്രോമിയറിക് റീജിയനിലെ കോസിൻസ് വെച്ച് ബാക്കി എല്ലാ കോസിൻസും റിമൂവ് ചെയ്യും. പകരം അവിടെ കുറേ കണ്ടൻസിൻസ് വരും. അപ്പൊ കൂടുതൽ കൂടുതൽ DNA കണ്ടൻസ്ഡ് ആവും. ഓക്കെ, ഇതെല്ലാം നടത്തുന്നത് ആരാണ്? എംഫേസ് CDK ആണ്. ഓക്കെ, ഇനി ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിലുള്ള ഇതാണ് എന്താണ് ന്യൂക്ലിയർ എൻവലപ്പ് ആണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഉള്ളിൽ നമുക്ക് ന്യൂക്ലിയർ ലാമിന ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ദി സ്ട്രക്ചർ ന്യൂക്ലിയർ ലാമിന. ഈ ന്യൂക്ലിയർ ലാമിനയിൽ CDK1 സൈക്ലിൻ B ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? അതിന്റെ ഡൈമർ ഒക്കെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബ്രേക്ക് ചെയ്ത് ഗ്രാജുവലി ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ചെയ്യും. സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിന്റ്. The spindle assembly checkpoint pathway prevents chromosome segregation until chromosomes are accurately attached to the mitotic spindle. The spindle assembly checkpoint pathway prevents entry into anaphase until every kinetochore of every chromatid is properly attached to spindle microtubule. If even a single kinetochore is unattached or not under tension, anaphase is inhibited. Okay, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ? നമ്മൾ മൈക്രോട്യൂബിൾ കൈനറ്റോകോർ അസംബ്ലിന്റെ സമയത്ത് കണ്ടതാണ്. ആ ഒരു മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, മൈക്രോട്യൂബിൾ കൈനറ്റോകോർ ഇന്ററാക്ഷൻസ് ദാറ്റ് ആർ അണ്ടർ ഇൻസഫിഷ്യന്റ് ടെൻഷൻ ആർ ഡീസ്റ്റെബിലൈസ്ഡ് ബൈ അറോറ ബി ഫോസ്ഫോറിലേഷൻ. നമ്മളത് കണ്ടതാണ് അല്ലേ? അറോറ ബി ആണ് ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത്. ആ ഒരു കറക്റ്റ് പ്രോപ്പർ രണ്ട് സെൻട്രോമിയറിക് റീജിയനിലും കൈനറ്റോകോർ അറ്റാച്ച്മെന്റ് വരുന്നത് വരെ ആ ഒരു എന്താണ് അറ്റാച്ച്മെന്റിനെ വീക്ക് ഇന്ററാക്ഷൻ ചെയ്യുന്നത് ആരാണ്? അറോറ ബി കൈനേസ് ആണ്. അറോറ ബി ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആണ് അത് രണ്ട് മൈക്രോട്യൂബ്യൂൾസും രണ്ട് കൈനറ്റോകോറിൽ അറ്റാച്ച്മെന്റ് ചെയ്താൽ മാത്രമേ അതൊരു സ്റ്റെബിലൈസ്ഡ് ഫോമിലേക്ക് എത്തുള്ളൂ. Components of the spindle assembly checkpoint pathway bind to unoccupied microtubule binding sites at kinetochores and create an anaphase inhibitory signal that ultimately inhibits APC-CDC20. Okay, അതായത് നമ്മൾ കണ്ടു ക്രോമസോം സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണുള്ളത്. ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൽ രണ്ട് കൈനറ്റോകോർ ഉണ്ട്. ഇതൊരു കൈനറ്റോകോർ. ഈ കൈനറ്റോകോറിൽ മൈക്രോട്യൂബ്യൂൾ അസംബ്ലി ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, ഈ സൈഡിൽ ഇല്ല. അപ്പൊ അവിടെ ഒരു അണ്ടർ ടെൻഷനിലായിരിക്കും അവിടെ നിൽക്കുന്നത്. സോ ഇത് എന്ത് ചെയ്യും? ഇതൊരു സിഗ്നൽ പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് APCC-CDC20 എന്നുള്ള പ്രോട്ടീൻ ഇനാക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, വൺസ് ഈ ഒരു മൈക്രോട്യൂബിൾ അസംബ്ലി രണ്ട് സൈഡിലും പ്രോപ്പറായി എല്ലാ ക്രോമസോമും കറക്റ്റ് ആയിട്ട് മെറ്റാഫേസ് പ്ലേറ്റിൽ അലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സെപ്പറേഷൻ നടക്കുള്ളൂ. കാരണം ഇവിടെ ഇപ്പോഴും എന്തുണ്ട്? കൊഹെസിൻസ് പ്രസന്റ് ആണ്. ഈ ഒരു സെൻട്രോമിയർ റീജിയനിൽ ഈ കൊഹെസിൻസ് ഫുൾ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സെപ്പറേഷൻ പോസിബിൾ ആവുള്ളൂ. സോ അത് വരുന്നത് വരെ ഈ ഒരു എന്താണ് പറയാ ഡീസ്റ്റെബിലൈസ്ഡ് ഫോം തന്നെ അത് നിലനിൽക്കും. ഓക്കെ, ഇതാണ് അതിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. സ്പിൻഡിൽ ചെക്ക് പോയിന്റ് ആക്റ്റീവ്. കാരണം എന്താ? ഈ ഒരു ക്രോമസോമിൽ ഈ സിസ്റ്റർ ക്രോമാറ്റോയിഡിലും കൂടി ഇനി കൈനറ്റോകോർ അസംബ്ലി ആവശ്യമാണ്. സോ ഇത് നടന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ക്രോമസോം, ഇതാണ് കൈനറ്റോകോർ, ഇതാണ് കൊഹെസിൻ. ഓക്കെ, അപ്പോൾ ഒറ്റ സൈഡിൽ മാത്രമേ കൈനറ്റോകോർ മൈക്രോട്യൂബിൾ അറ്റാച്ച്മെന്റ് നടന്നിട്ടുള്ളൂ. ഇവിടെ ഫ്രീ ആണ്, അൺഅറ്റാച്ച്മെന്റ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു സിഗ്നൽ പാസ് ചെയ്യും. അത് എന്ത് ചെയ്യും? സ്പിൻഡിൽ ചെക്ക് പോയിന്റ് മെഷീനറി, അതൊരു കുറെ പ്രോട്ടീൻസ് ആണ്. ഈ സ്പിൻഡിൽ ചെക്ക് പോയിന്റ് മെഷീനറി എന്ത് ചെയ്യും? CDC20 പിടിച്ചങ്ങ് വെക്കും. CDC20 പിടിച്ചു വെക്കുക. അവിടെ CDC20 പിടിച്ചു വെക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ APCC നമ്മൾ കണ്ടു, യൂബിക്വിറ്റിൻ ലൈഗേസ് ആണ് അല്ലെ? പക്ഷെ അതിന് എന്താണ്? അതിനൊരു കൗണ്ടർ പാർട്ട് ആവശ്യമാണ്. അതിന്റെ ഒരു കൗണ്ടർ പാർട്ടാണ് CDC20 എന്ന് പറയുന്നത്. ഓക്കെ, APCC CDC20 ആയിട്ട് ബൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ കൊഹെസിൻസിന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ,
സോ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയുക കൈനറ്റോകോർ മൈക്രോട്യൂബിൾ അസംബ്ലി അവിടെ നടന്നു. അത് ദാറ്റ് വിൽ ക്രിയേറ്റ് എ ടെൻഷൻ. ഓക്കെ, ആ ഒരു ടെൻഷൻ കിട്ടി. അങ്ങനെ എന്ത് ചെയ്യും, സ്പിൻഡിൽ ചെക്ക് പോയിന്റ് ഷട്ട് ഡൗൺ ചെയ്യും. സ്പിൻഡിൽ ചെക്ക് പോയിന്റ് ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് സ്പിൻഡിൽ ചെക്ക് പോയിന്റ് മെഷീനറി അങ്ങ് റിലീസ് ആവും. അപ്പം CDC20 ഫ്രീ ആയി. ഓക്കെ, അങ്ങനെ അഗെയിൻ CDC20 APC ഒരു ഇത് വരും, കമ്പൈൻ ചെയ്തിട്ട് APC ആക്റ്റീവ് ആവും. എന്നിട്ട് ഈ APC CDC20 എന്ത് ചെയ്യും, സെക്യൂറിന് യൂബിക്വിറ്റിൻ ടാഗ് ചെയ്യും. ഓക്കെ, അങ്ങനെ സെക്യൂറിനെ ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്തും ഡീഗ്രേഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ സെപ്പറേസ് ആക്റ്റീവായി, ഫോസ്ഫോറിലേഷൻ കിട്ടി, സെപ്പറേസ് ആക്റ്റീവായി. ഈ സെപ്പറേസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ കൊഹെസിൻസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നത്. കൊഹെസിൻസിനെ റിമൂവ് ചെയ്യുമ്പോൾ എന്താണ്, ഈസി ആയിട്ട് അനാഫേസ് പ്രോഗ്രസ് ചെയ്യും. അങ്ങനെയാണ് സ്പിൻഡിൽ ചെക്ക് പോയിന്റ് അസംബ്ലി അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ സ്പിൻഡിൽ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പ്രോപ്പർ കൈനറ്റോകോർ അസംബ്ലി നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊഹെസിൻസിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ചെക്ക് പോയിന്റ്. എന്താണ് അതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർ മൈറ്റോട്ടിക് സ്പിൻഡിൽ അസംബ്ലി, സ്പിൻഡിൽ ചെക്ക് പോയിന്റ് ഷട്ട് ഡൗൺ. ഓക്കെ, APCC CDC20 ആക്റ്റീവ് ആവും, അത് യൂബിക്വിറ്റിനേറ്റ് സെക്യൂറിൻ, സെപ്പറേസ് ആക്റ്റീവ് ആവും. ഇറ്റ്സ് എ പ്രോട്ടിയേസ്, സെപ്പറേസ് is a protease. It will cleave cohesin, onset of anaphase. Mitotic cycling, which causes loss of MPF activity leading to chromosome decondensation and envelope reformation. Okay, so anaphase progress ചെയ്ത് അനാഫേസ് കഴിഞ്ഞ് ടീലോഫേസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, എംഫേസ് സൈക്ലിൻസിന്റെ ആക്ടിവിറ്റി എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് സംഭവിക്കണം അല്ലെ. എംഫേസ് സൈക്ലിൻസ് കണ്ടൻസേഷനും ന്യൂക്ലിയർ ലാമിന ഒക്കെ ഡിഗ്രേഡ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ നമുക്ക് ഇതൊക്കെ രണ്ടാമതും ഫോം ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, എംഫേസ് സൈക്ലിൻസിനും CDKനെയും ഇനാക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം APC തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കോ ആക്ടിവേറ്റർ ആരാണ്, CDH1 ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, എംഫേസിന്റെ സമയത്ത് എംഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണെ, എംഫേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് APC അലോങ് വിത്ത് CDH1 ആണ് ആക്റ്റീവ് ഫോം ആവുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യും, പോളിയൂബിക്വിറ്റിനേഷൻ ചെയ്യും. ആരെ, മൈറ്റോട്ടിക് സൈക്ലിൻസിനെ പോളിയൂബിക്വിറ്റിൻ ടാഗ് ചെയ്തിട്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, ഈ CDK ഇനാക്റ്റീവായി, എംഫേസ് CDK ഇപ്പോൾ ഇനാക്റ്റീവായി, they are inactive now. ഓക്കെ, അപ്പം എന്താണ് പറയുക, CDK ഇനാക്റ്റീവ് ആയിട്ട് ഈ ഒരു ഇത് ഓഫ് ചെയ്യും. അതായത് മൈറ്റോട്ടിക് MCDK എംസൈക്ലിംഗ് ആക്ടിവിറ്റി ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ മെക്കാനിസം നോക്കാം. APCC ഫങ്ഷൻ ഇൻ കോർഡിനേഷൻ വിത്ത് 2 ഹോമോലോഗസ് മൈറ്റോട്ടിക് കോ ആക്ടിവേറ്റേഴ്സ് CDC20 ആൻഡ് CDH1. ഓക്കെ, CDC20 ആയിട്ട് വരുമ്പോൾ എന്താണ്, അനാഫേസ് പ്രോഗ്രസ് ചെയ്യും, കൊഹെസിനെ ക്ലീവ് ചെയ്യാനാണ് അത് വരുന്നത്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്, APCC CDH1 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് പോളിയൂബിക്വിറ്റിനേറ്റ് MCDK സൈക്ലിൻ ആൻഡ് പ്രോട്ടിയാസോം ഡീഗ്രഡേഷൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് G1 സൈക്ലിൻ CDK ഫോസ്ഫോറിലേറ്റ്. അപ്പൊ ഇനിയിപ്പോ എന്ത് വേണം, ഇനി നമുക്ക് നെക്സ്റ്റ് ഫേസിലേക്ക് കടന്നു, M കഴിഞ്ഞു G1-ലെത്തി, ഇനി വീണ്ടും ഈ പ്രോഗ്രഷൻ നടക്കണ്ടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ ഈ CDH1-നെ നമുക്ക് ഓഫ് ചെയ്യണം. അപ്പൊ G1 സൈക്ലിൻ CDK എന്ത് ചെയ്യും, CDH1-നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, CDH1-നെ APC ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ APC ഇനാക്റ്റീവായി. അങ്ങനെയാണ് സെൽ സൈക്കിള് മുന്നോട്ട് പോകുന്നത്. അതായത് നെക്സ്റ്റ് റൗണ്ട് G1 S G2 മൈറ്റോസിസ്, അങ്ങനെ നെക്സ്റ്റ് റൗണ്ട് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ സെൽ സൈക്കിൾ അവിടെ പ്രോഗ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓവറോൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. 2 ടൈപ്പ് റെഗുലേഷൻ ആണ്. CDKനെ റെഗുലേറ്റ് ചെയ്തിട്ട് ചെയ്യാം, സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്തിട്ട് ചെയ്യാം. CDKനെ റെഗുലേറ്റ് ചെയ്യുമ്പം ഫോസ്ഫോറിലേഷൻ ആണ് നടക്കുന്നത്. ഇൻഹിബിറ്ററി ഫോസ്ഫോറിലേഷനും ഉണ്ട്, ആക്ടിവേറ്റിംഗ് ഫോസ്ഫോറിലേഷനും ഉണ്ട്. സൈക്ലിന്റെ കേസിൽ പ്രോട്ടിയാസോം ഡീഗ്രഡേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിനെ റെഗുലേഷനും അവിടെ നടക്കുന്നുണ്ട്. ഓരോ ഫേസ് കഴിയുമ്പോഴും അടുത്ത ഫേസിലേക്കുള്ള സൈക്ലിൻസിന്റെ എക്സ്പ്രഷൻ അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ജീൻ എക്സ്പ്രഷൻ അവിടെ നടക്കുന്നത്. ഇതാണ് സിമ്പിൾ ആയിട്ട് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്.
പക്ഷേ ഇതിലുള്ള ഓരോ സിംഗിൾ പോയിന്റ്സും ഓരോ സിംഗിൾ പേരുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ് ഇൻഹിബിറ്റേഴ്സ്, ആരൊക്കെയാണ് ആക്ടിവേറ്റേഴ്സ്, ഏതൊക്കെ സി ഡി കേസ്, ഏതൊക്കെ സൈക്ലിൻസ്, ഏതൊക്കെ സി ഡി കേസ്, ഏതൊക്കെ ഫേസ് G1S സി ഡി കേസും സൈക്ലിൻസും ആരൊക്കെയാണ് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റുഡൻസിലേക്ക് ഇത് നിങ്ങൾ മാക്സിമം എത്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ വാട്സ്ആപ്പ് ടു ദിസ് നമ്പർ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ചെയ്യാം bioinsight4u@gmail.com. So thank you once again. Happy learning.